ഹായ് ഗൈസ്. അപ്പോൾ എന്താ ഞാനിന്ന് ഞങ്ങൾക്ക് ഇന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ രാവിലെ പോയതാണ് എല്ലാവരും വീട്ടിൽ നിന്ന്. ഇപ്പോഴാണ് വരുന്നത്. വന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഇരിക്കുകയാണ്. ഒരു വിരുന്നിനൊക്കെ പോയി വന്നതാണ്. സോ ഇന്ന് നമ്മുടെ ഡേ ത്രീ ഓഫ് ഹാബിറ്റ് ബിൽഡിംഗ് ചാലഞ്ച് ആണ്. സോ എന്താണ് ഞാൻ വിചാരിക്കുകയാണ് ഇപ്പോൾ ഡ്രസ്സ് മാറ്റി വർക്കൗട്ട് ചെയ്യാന്ന്. സോ ഞാൻ പോയിട്ട് ഡ്രസ്സ് മാറിയിട്ട് വരാം. എന്താ വെച്ചാൽ ഞാൻ ഡ്രസ്സ് മാറാൻ പോയപ്പോഴാണ് എന്താ വെച്ചത്, എന്റെ കസിൻ യു കെ വന്നിട്ടുണ്ട്. അപ്പം അവരെ കാണാൻ പോയി. ഇന്ന് രാവിലെ എത്തി. സോ അവരെ കാണാൻ പോയി. എന്നിട്ട് ഇപ്പോഴാണ് വരുന്നത്. ഇപ്പം പിന്നെ നമ്മൾ സംസാരിച്ചിരിക്കല്ലോ അവിടെ. ഞാനും അമ്മയും അച്ഛനും അനിയത്തിയും കൂടെ പോയി. ഞാൻ കണ്ട് സംസാരിച്ച് എല്ലാവരും ഉണ്ടായിരുന്നു, വൈബായിരുന്നു. ഇപ്പൊ സമയം 10:30 കണ്ടോ. സ്റ്റിൽ ഞാൻ എന്റെ വർക്കൗട്ട് ബാക്കി റൂട്ടീൻസ് ചെയ്തിട്ട് ഉറങ്ങും. ഇത് ഞാൻ മെയിനായിട്ട് എന്താ പറയാ ചെയ്യാനുള്ള മെയിൻ ഒരു മോട്ടിവേഷൻ നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി പേരൊന്നുമില്ല, 1-2 പേരാണെങ്കിലും എന്റെ വീഡിയോസ് കാണുന്ന എത്ര പേരാണെങ്കിലും അവരെയാണെങ്കിൽ ഒരു മോട്ടിവേഷൻ, അവരെ തരുന്ന സപ്പോർട്ട് അത് എനിക്ക് ശരിക്കും ഒരു നല്ല മോട്ടിവേഷൻ ആവുന്നുണ്ട്. സോ ഞാൻ വിചാരിച്ചു ഞാൻ അങ്ങനെ വിട്ടുകൊടുത്താൽ ശരിയാവില്ല. സോ എന്താ പറയുക, താങ്ക് യു ഗൈസ് ഫോർ യുവർ സപ്പോർട്ട്. എന്റെ വീഡിയോ കാണുന്നതിനും കമന്റ് ചെയ്യുന്നതിനും ലൈക്ക് ചെയ്യുന്നതിനൊക്കെ ഒരുപാട് നന്ദി. അതാണ് എന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. സോ നമുക്ക് ചെയ്യാം. എന്റെ വൈകുന്നേരം പരമിരിക്കുന്നു. എന്റെ കസിൻ അവന്റെ PG സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് വന്നതിന്റെ ഒരു സെലിബ്രേഷന്റെ സ്മോൾ ക്ലിപ്പാണ്. സോ ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു 10 മിനിറ്റിൻ്റെ ഒരു വർക്കൗട്ടാണ്. കാരണം എന്തായാലും ടൈം അത്രയ്ക്ക് ആയില്ലേ. സോ സക്സസ്ഫുള്ളി നമ്മളെ വർക്കൗട്ട് കണ്ടിട്ട് 1-2 പേരാണെങ്കിലും അല്ലെങ്കിൽ ഒരു 100 പേരാണെങ്കിലും ഒരു 10 പേരാണെങ്കിലും അവരെ സപ്പോർട്ട് അത് ഞാൻ വെറുതെ കണ്ടില്ല നടിക്കാൻ പാടില്ല. സോ ദാറ്റ് ഗിവ് മീ മോർ എനർജി. ഞാൻ ഓർക്കില്ല, എന്താ പറയുക, ഇപ്പം എൻ്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഇതേ ഫീലിംഗ് എനിക്ക് തോന്നും. സോ ഇനി ഫുഡ് കഴിക്കാൻ പോവാം, നിങ്ങൾക്ക് ബാക്കി പരിപാടി ചെയ്യാം. അങ്ങനെ ഞാനും എനിക്കും കൂടെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞാനൊരു കുളിയൊക്കെ കുളിച്ചു. അങ്ങനെ ഞാൻ നല്ല ടയേർഡായിരുന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലെ എനിക്ക് നേരത്തെ എണീറ്റ് ഹോസ്റ്റലിലേക്ക് വരേണ്ട ആവശ്യമുള്ളതുകൊണ്ട് തന്നെ ഞാൻ വേഗം കിടന്നുറങ്ങിപ്പോയി. വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ആൻഡ് അതിൽ എനിക്ക് നല്ല ഡിസപ്പോയിൻമെന്റ് ഉണ്ട്. കാരണം ഇത്രയും ഡയലോഗൊക്കെ അടിച്ചിട്ട് വർക്കൗട്ട് മാത്രമാണ് ഞാൻ ഇന്നത്തെ ഡേ ചെയ്തത്. ബട്ട് ഇറ്റ്സ് ഓക്കെ, കാരണം നമുക്ക് എല്ലാ ദിവസവും ഒരുപോലെ ആവില്ല. സാരമില്ല, അടുത്ത ദിവസം നമുക്ക് സെറ്റ് ആക്കാം, അല്ലേ ഗൈസ്? Day 3 wasn't perfect, and that's okay because this journey is not about perfection and it's all about showing up again. You can restart anytime, today, tomorrow, or right now. So let's do more powerfully on day 4. And stay tuned, guys, and keep supporting me. Thanks for watching, and once again, thank you for your support. So bye.